ഞാൻ അഡ്വക്കേറ്റ് മുനീർ. ഇന്ന് നാം ഈ ഷോർട്ട് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ടതാണ്. മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണലിൽ മുമ്പാകെ വരുന്ന കേസുകളിൽ ജനങ്ങൾക്ക് വളരെയധികം തെറ്റിദ്ധാരണയും മറ്റും ഉണർത്തുന്ന വേദിയാണ് ഈ ഒരു സെക്ഷൻ. അതിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ എല്ലാമായി എന്നുള്ള ഒരു ധാരണയാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ തെറ്റുകൊണ്ട് സ്വയം സംഭവിക്കുന്ന ആക്സിഡൻറ്റുകൾക്ക് ഇൻഷൂർ ലഭിക്കില്ല എന്ന് തന്നെയാണ് ഇത്തരുണത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഉണ്ടെങ്കിൽ കൂടി ഇദ്ദേഹത്തിൻ്റെ സ്വയം പ്രശ്നത്താൽ, അതായത് ഡ്രൈവറുടെ സ്വയം നെഗ്ലിജൻറ്റ് കൊണ്ടുവരുന്ന ഒരു മതിലിന് കുത്തുകയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനിടിക്കുകയോ മറ്റ് സ്വയം സംഭവിക്കുന്ന സംഭവങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൂടി അതിന് ക്ലെയിം ലഭിക്കില്ല എന്നാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ സൈഡിലിരിക്കുന്ന വ്യക്തിക്കും മറ്റ് പുറത്തുള്ള വ്യക്തിക്കും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉള്ള വാഹനത്തിൽ നിന്നും ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ക്ലെയിം ലഭിക്കുന്നതാണ്. എന്നാൽ ഈ വാഹനത്തിലുള്ള വാഹനത്തിൻ്റെ തന്നെ RC ഓണറാണ് ഇരിക്കുന്നത്, അദ്ദേഹത്തിനാണ് പരിക്ക് പറ്റിയെങ്കിൽ അദ്ദേഹത്തിന് ക്ലെയിം ലഭിക്കുകയുമില്ല. അതായത് മറ്റുള്ളവരുടെ തെറ്റുകൊണ്ട് വരുന്ന ആക്സിഡൻറ്റ് കൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുകയുള്ളൂ. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിന് ആക്സിഡൻറ്റ് ക്ലെയിം ലഭിക്കണമെങ്കിൽ മറ്റുള്ളവർക്കേ ലഭിക്കുകയുള്ളൂ. ഇത് ഓടിച്ച ഡ്രൈവർക്കും കിട്ടില്ല, ആ വാഹനത്തിൻ്റെ RC ഓണർക്കും ലഭിക്കില്ല എന്നാണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. അതായത് ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാം എതിർകക്ഷി ഡ്രൈവറും രണ്ടാം എതിർകക്ഷി RC ഓണറും മൂന്നാം എതിർകക്ഷി ഇൻഷുറൻസും ആണ് എന്നുള്ള വിവരം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഏതായാലും മറ്റുള്ള വിശദമായ ഇൻഷുറൻസ് ക്ലെയിമും മറ്റുള്ള സംഭവങ്ങളുമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരാം. ജയ് ഹിന്ദ്, നമസ്കാരം.